ഉദ്ധിത ദൈവമേ, രക്ഷക, സമാധാനമേ. ഡെയിലി വിത്ത് ഗ്രേസനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവ സർവശക്തനാണ്. അവൻ മനുഷ്യനെ മാത്രമല്ല, സർവ്വജീവജാലങ്ങളുടെയും പ്രകൃതിയുടെയും തന്നെ ദൈവമാണവൻ. എന്നാൽ ദൈവം കുറച്ചു കാരുണ്യം കൂടുതൽ മനുഷ്യരോട് കാണിച്ചു. പോകാത്ത അമ്പലങ്ങളില്ല, പോകാത്ത പള്ളികളില്ല, പോകാത്ത മോസ്കില്ല. കാരണം അനുഗ്രഹം വേണം. എന്നാൽ പോകാം, നിങ്ങൾക്ക് എക്സ്ട്രാ ഗ്രേസ് കിട്ടും. എന്നാൽ നിങ്ങൾ രണ്ട് കൈകളും ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒന്ന് നോക്കിക്കേ. അവൻ പറയുകയാണ്, ഒരു കടുകുമണി നിൻ്റെ ഹൃദയത്തിലുണ്ട്. നിന്നിൽ തന്നെയാണ് നിത്യജീവൻ, നിന്നിൽ തന്നെയാണ് ദൈവരാജ്യം, നിന്നിൽ തന്നെയാണ് പരിശുദ്ധാത്മാവ് വസിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പറയുകയാണ്, അവനാണ് ക്രിസ്തു. ആ ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ അവൻ ആ കടുകുമണിയെ ദൈവരാജ്യമാക്കി മാറ്റി. കടുമണി പടരുന്നത് പോലെ വലിയ വൃക്ഷമായി തീരുന്നത് പോലെ അവനായി തീർന്നു. മനുഷ്യൻ മാത്രമല്ല, അവൻ ഉദ്ധിതനായി തീർന്നുകൊണ്ട് അവൻ ദൈവരാജ്യം സ്ഥാപിച്ചു. അവൻ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ആത്മാവിലും സത്യത്തിനും ദൈവത്തെ ആരാധിക്കുന്ന വലിയൊരു കൂട്ടായി മനുഷ്യൻ നൽകി ദൈവരാജ്യം തന്നെ സ്ഥാപിച്ചു. പിന്നെ എവിടെയാണ് കടന്നു പോകേണ്ടത്? നിന്നിൽ തന്നെയുള്ള ആ ദൈവരാജ്യത്തെ, നിന്നിൽ തന്നെയുള്ള ആ നിത്യജീവനെ, നിന്നിൽ തന്നെയുള്ള ആ പരിശുദ്ധാത്മാവിനെ, അത് തത്വമസിയെ നിനക്ക് കാണുകയാണെങ്കിൽ നീ ഇവിടെ ഓടി നടക്കേണ്ട ആവശ്യമില്ല. അത് നീ തിരിച്ചറിയണമെന്ന് കർത്താവ് പറയുകയാണ്. ഈ അവസരത്തിൽ ദൈവത്തിൻ്റെ ആ പരമകാരുണ്യം തന്നെയാണ് നിൻ്റെ ഹൃദയത്തിലോട് ചേർത്ത് വെച്ച രണ്ട് കൈകളിലും ചേർത്ത് വെക്കുമ്പോൾ ആ കേൾക്കുന്ന സ്പന്ദനമായ നിത്യജീവനും, ആ നിത്യജീവനവും ദൈവരാജ്യത്തിൽ നീ ഓടി നടക്കേണ്ട ആവശ്യമില്ല. ഒരു കടുകുമണി നിൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നു. അവൻ മനുഷ്യന് വേണ്ടി സകല കുരിശുകൾ ഏറ്റെടുത്തുകൊണ്ട് ആ ദൈവരാജ്യം സ്ഥാപിച്ചു. അവൻ മരിച്ചുദ്ധിതനായി അവൻ സഭയിലൂടെ, തിരുസഭയിലൂടെ ദൈവരാജ്യം സ്ഥാപിച്ചു കഴിഞ്ഞു. അത് മുന്നോട്ട് പോകട്ടെ. ആ കടുകുമണി നിൻ്റെ ഹൃദയത്തിലുമുള്ളവയെ വളർത്തിയെടുക്കുവാനും ദൈവരാജ്യം സ്ഥാപിക്കുവാനും നിനക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും 1000 നന്ദി.